ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ എല്ലാവരും എവർ ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. നമ്മുടെ കടയിൽ നിന്നൊക്കെ ഈ ഒരുപാട് പൂത്തതും പിടിച്ചതൊന്നും വാങ്ങിച്ച് കഴിക്കാതെ തന്നെ ഒരു കപ്പ് കപ്പലണ്ടി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നല്ല കപ്പലണ്ടി, വറക്കാത്ത കപ്പലണ്ടിയാണ്. നമുക്കിത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഓവനിൽ വേണമെങ്കിൽ അങ്ങനെയും റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻറ്റ്, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ നോക്കുക. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഒരു കുറച്ച് നേരം വറുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ തൊലിയൊക്കെ പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ചൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തൊലിയൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് അടർന്നു പോരുന്ന ഒരു പരുവമായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നോക്കിയാൽ നമ്മുടെ കപ്പലണ്ടി നല്ല വറവായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ടെടുത്തൊന്ന് ഞെരടുമ്പോഴേക്കും തൊലിയൊക്കെ നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട്. നമുക്കിനി ഇത് ചൂടാറാൻ വയ്ക്കാം. ഇനി കപ്പലണ്ടി മിഠായി നമ്മൾ റെഡിയാക്കിയിട്ട് പരത്തിയിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഭാഗം വേണമല്ലോ, ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ബോർഡോ എന്തെങ്കിലും വേണം. അതൊന്ന് ശരിയാക്കാം. അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഞാൻ ഒരു കഷ്ണം ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല, അലുമിനിയം ഫോയിൽ ആണെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ ഏത് പാത്രമാണെങ്കിലും അതിൻ്റെ അടിയിലൊന്ന് അലുമിനിയം ഫോയിലൊക്കെ എടുക്കുകയാണെങ്കിൽ, പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ നല്ലപോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കണം കേട്ടോ. ബട്ടർ പേപ്പർ ആകുമ്പോൾ പിന്നെ എണ്ണ ഒന്നും തടവണ്ട. നമ്മൾ ഉപയോഗിക്കുന്ന കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന പേപ്പറാണ്. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടല ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ കൈകൊണ്ടൊക്കെ നല്ലതുപോലെ ഒന്ന് ഞെരടി കൊടുത്തിട്ട് ഊതിക്കളഞ്ഞ് നമ്മുടെ തൊലിയും കടലയൊക്കെ വേർപ്പെടുത്തി ഒന്ന് ശരിയാക്കി വയ്ക്കാം. അതിന് ശേഷം ശർക്കര ഉരുക്കാൻ നിന്നാൽ മതി, കാരണം ശർക്കര പെട്ടെന്ന് റെഡിയാവും. അപ്പം ഞാൻ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഡാർക്ക് കളറാണ്. നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് കളറുള്ള നമ്മുടെ ബ്രൗൺ കളറുള്ള ശർക്കരയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കപ്പലണ്ടി മിഠായിയുടെ ഒക്കെ ഒരു കളർ കിട്ടും. അപ്പോൾ അതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ മെഷറിംഗ് കപ്പിൻ്റെ ഇതെന്ന് പറയുന്നത് 1/8 ആണ്. നമ്മുടെ മെഷറിംഗ് കപ്പിൽ 1/8 പോർഷൻ വരുമല്ലോ, അതിലാണ് വെള്ളം അളന്നെടുത്തിരിക്കുന്നത്. അതിലിത് രണ്ടാമത്തേൽ മുഴുവൻ ഒഴിച്ചിട്ടില്ല, പകുതി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താലും ധാരാളമാണ്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം നമ്മളത് പിന്നെ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി ഉരുകി വരണം. ഇത് നന്നായിട്ട് ശർക്കരയ്ക്ക് ഉരുകി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശർക്കരയുടെ പരുവാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ സാധാ പൈപ്പ് വാട്ടർ. അപ്പോൾ ശർക്കരയുടെ നമ്മൾ ഉരുക്കുന്ന തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷമാണ് ഈ പണിക്ക് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ശർക്കര ഫുള്ള് പരുവ് മാറിപ്പോവും. അപ്പോൾ ഒരു ഡ്രോപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്ത് നോക്കിയപ്പോൾ ഒരു നൂൽപ്പരുവ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിങ്ങനെ അമർത്തി നോക്കുമ്പോൾ അതിങ്ങനെ അമർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരുവം ആയിട്ടില്ല. അപ്പോൾ ഈ ശർക്കര ഉരുക്കുന്നതിനിടയിൽ നൂൽപ്പരുവത്തിൽ കൂടെ കുറേ ഇങ്ങനെ കടന്നു പോവും. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്രോപ്പും ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര ഉരുക്കിയത് നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ അത് കലങ്ങി പോകണം. പഞ്ചസാരൊക്കെ കലങ്ങി പോകുന്ന പോലെ കലങ്ങി പോവുകയാണെങ്കിൽ അത് തീരെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിച്ച് നോക്കുമ്പോൾ അത് നമ്മൾ ഈ ചൂയിങ്കം ചവയ്ക്കുന്ന പോലെ പല്ലിൽ ഒട്ടി പിടിക്കുന്ന ഒരു പരുവാണ്. ഇനി നമുക്ക് ഈ ശർക്കര പാനി നമ്മൾ വായിലിട്ട് കടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പൊട്ടി പോകുന്ന തരത്തിലുള്ള നല്ല സ്ട്രോങ് ക്യാൻഡീഡ് ഒക്കെ ഒരു പരുവത്തിലാവണം. അപ്പോൾ അത് ഞാൻ അടുത്ത ഡ്രോപ്പ് ഒഴിച്ച് നോക്കി. അടുത്ത ഡ്രോപ്പ് ഒഴിച്ച് ഞാനെടുത്ത് കഴിച്ചപ്പോൾ നല്ലതുപോലെ വായിലിട്ട് ഒന്ന് കടിച്ചപ്പോൾ തന്നെ അതങ്ങോട്ട് പൊട്ടിപ്പോയി. അതായത് നമ്മൾ നാരങ്ങാ മിഠായിയൊക്കെ വായിലിട്ട് മിഠായിനെ കടിച്ച് കഴിക്കില്ലേ, നല്ല ഉറപ്പുള്ള മിഠായി കടിക്കുന്ന പോലത്തെ ഒരു പരുവം. അപ്പോൾ അതാണ് നമ്മുടെ ശർക്കരയുടെ പരുവെന്ന് പറയുന്നത്. വായിലിട്ട് കടിച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പരുവാണ്. ഇനി അപ്പോൾ നമ്മളിത് കുറേ നേരം അടുപ്പത്തൊന്നും വെക്കരുത്, അതായത് തീയിൽ വെക്കരുത്. നമ്മൾക്കിതിലേക്ക് വേഗം നമ്മുടെ കപ്പലണ്ടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ശർക്കരയുടെ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുമ്പോൾ ശർക്കരയുടെ പരുവെന്ന് പറയുന്നത്. ഇതിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ തൊലികൾ കളഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പലണ്ടി മുഴുവൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് ഫ്ലെയിമിൽ വെച്ചാൽ അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി പോവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓൾറെഡി നമ്മൾ കട്ടിംഗ് ബോർഡൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോളർ പാൻ, നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോഴിലില്ലേ, അതിൻ്റെ മേലെ കുറച്ച് എണ്ണ തടവി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ മുഴുവൻ അതിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കപ്പലണ്ടി മിഠായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാന്ന് പറയുമ്പോൾ ചപ്പാത്തി പരത്തുന്ന പോലെ അത്ര അങ്ങോട്ട് ഈസി ആയിട്ടൊന്നും പരത്താൻ പറ്റില്ല. കുറച്ച് ഒന്ന് മയത്തിൽ പരത്തണം. പെട്ടെന്ന് വല്ലാതെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കരുത്. അത്രയും ഒരു നൂൽപ്പരുവായിട്ടാവും. കണ്ടില്ലേ, റോളിംഗ് പാനിൻ്റെ മേലെ തന്നെ എണ്ണ തേച്ചിട്ട് ഒട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ. ശർക്കരയൊക്കെ നല്ല ചൂടിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം ഒന്ന് പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം തന്നെ പരത്തിയാലാണ് ശർക്കര പാനി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുള്ളൂ. അല്ലെങ്കിൽ ശർക്കര പാനി അടിയിൽ മാത്രമായിട്ട് നിൽക്കും, കപ്പലണ്ടി മുകളിൽ നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് ചൂടാറുന്നതിനേക്കാൾ മുന്നേ തന്നെ ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിനേക്കാൾ മുന്നേ തന്നെ ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇപ്പോൾ നീളത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ചതുരത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അത് അവിടെ വയ്ക്കുക. കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും അത് വേഗം ചൂടാറും. ചൂടാറി കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ എവർ നൊസ്റ്റാൾജിക് ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി, നല്ല ഡാർക്ക് കപ്പലണ്ടി മിഠായിയാണ് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിയിട്ട് റെസിപ്പിക്ക് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ സീ യു സൂൺ വിത്ത് അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.